ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ സമയം തെളിയും. ഈ ആഴ്ച തന്നെ പൊന്നും പണവും ഇവരുടെ കൈകളിലേക്ക് കുമിഞ്ഞു കൂടുന്ന വാരമാണ്. അതായത് നിങ്ങൾക്ക് ധനനേട്ടം, കർമ്മരംഗത്ത് ഉയർച്ച, അങ്ങനെ എണ്ണിയാൽ തുടങ്ങാത്ത വളരെയധികം നേട്ടങ്ങളാണ് ഫെബ്രുവരി 22 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളിൽ രോഗദുരിതങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച മുതൽ ശമനം കണ്ടു തുടങ്ങുന്നതാണ്. അതുപോലെ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം ഈ ആഴ്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സുഹൃത്ത് സമാഗമം, ബന്ധുജന സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സൗഖ്യമുണ്ടാകുന്നതാണ്. വിവാഹാലോചനകളിൽ അനുകൂലമായ തീരുമാനവും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ വീട്ടിൽ വളരെയധികം ശാന്തത പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, അതുമല്ലെങ്കിൽ സർക്കാർ ജോലി ഇവ വന്നു ചേരുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം വളരെയധികം ഗുണഫലങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പൈതൃക സ്വത്തിൻ്റെ അനുഭവം പ്രതീക്ഷിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങൾക്ക് ചികിത്സകൾ വഴി വളരെയധികം രോഗശമനം വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം യാത്രകൾ ചെയ്യേണ്ടി വരും. അതുപോലെ ബിസിനസ്സിൽ മികച്ച നേട്ടമുണ്ടാകും. അനാവശ്യമായ ഭീതികളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹനയാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന വാരമായതിനാൽ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഔദ്യോഗിക രംഗത്ത് ചെറിയ വിഷമതകൾ ഉണ്ടാകുവാനിടയുണ്ട്. ബന്ധുക്കൾ വഴി നേട്ടമുണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റി പുതിയ ഗൃഹ ഉപകരണങ്ങൾ ഈ ആഴ്ച വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം ഊർജ്ജസ്വലതയും പുഷ്ടിയും ഉണ്ടാകും. പ്രവർത്തന വിജയം പ്രതീക്ഷിക്കാം. ഇതുവരെ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന കുലുഷിതമായ അന്തരീക്ഷം എല്ലാം തന്നെ ശമിച്ചു കിട്ടും. ജോലിക്കുള്ള ശ്രമം ഒരു പരിധിവരെ വിജയിക്കുന്ന വാരമാണ്. ധനപരമായി വലിയ ഉയർച്ച ഉണ്ടാകുമില്ലെങ്കിലും ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ക്ഷേത്ര ദർശനം ഉണ്ടാകും. ഉത്സാഹം അല്പം കുറഞ്ഞ വാരമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ശാന്തത ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് രോഗാദി ദുരിതങ്ങളുള്ള ആളുകളാണെങ്കിൽ അവയിൽ നിന്നെല്ലാം ഈ ആഴ്ച മോചനമുണ്ടാകും. നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ തടസ്സങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വാസഗൃഹ മാറ്റമുണ്ടാകുവാനിടയുണ്ട്. അതുപോലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ സാധിക്കുന്നതാണ്. ഒന്നിലധികം മാർഗങ്ങളിൽ ചെറിയ ധനാഗമം, അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് രോഗാരിഷ്ടതകൾ വന്നു ചേരുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ബന്ധുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പ്രണയബന്ധങ്ങൾക്ക് കുടുംബത്തിൽ നിന്നുമുള്ള അംഗീകാരം ലഭിക്കും. ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള അപ്രതീക്ഷിത ധനനേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഈ ആഴ്ച ദൃശ്യമാകും. അതുപോലെ തന്നെ അപ്രതീക്ഷിത യാത്രകൾ വേണ്ടി വരുന്ന വാരം കൂടിയാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മാനസിക വിഷമതകളെല്ലാം മാറി
സന്തോഷം വന്നു ചേരും. ധനസമ്പാദനത്തിലുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുവാൻ ഇടയുള്ള വാരമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ആഴ്ച പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ജീവിത പങ്കാളിക്ക് രോഗാതി ദുരിതമുണ്ടാകുവാനിടയുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം അലസത വർദ്ധിക്കും. അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ആളുകൾക്ക് വളരെയധികം പ്രശസ്തി വന്നു ചേരുന്നതാണ്. സുഹൃത്ത് സഹായം എല്ലാ രീതിയിലും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. മാനസികമായ വിഷമതകളിൽ നിന്നുമെല്ലാം ഈ ആഴ്ച ശമനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം കൃത്യത സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ കടം നൽകിയ പണം തിരികെ ലഭിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന വാരമാണ്. അതുപോലെ വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. തൊഴിലിൽ അവിചാരിതമായ തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ വളരെയധികം വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ ആഴ്ച നടന്നു കിട്ടുന്നതാണ്. അതുപോലെ അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ നിങ്ങളുമായി ഒന്നിക്കുവാനും ഭാഗ്യമുള്ള വാരം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഭക്ഷണ സുഖം വർദ്ധിക്കും. അതുപോലെ ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ആഴ്ച കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം ശമിച്ചു കിട്ടുന്നതാണ്. ബന്ധുജന സഹായം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി വന്നു ചേരും. വ്യാപാര വിജയം, വ്യവഹാര വിജയം, അങ്ങനെ വളരെയധികം നേട്ടങ്ങളാണ് മകം നക്ഷത്ര ജാതകരെ ഈ ആഴ്ച കാത്തിരിക്കുന്നത്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടമുണ്ടാകും. പുതിയ ജോലികൾക്ക് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്ന വാരമാണ്. ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമാണ്. അതുപോലെ യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുവാനും ഭാഗ്യമുള്ള വാരം കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണിയും അപ്രതീക്ഷിത ചെലവുകളും വന്നു ചേരുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. പ്രവർത്തന രംഗത്ത് ഉയർച്ച ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. അതുപോലെ കുടുംബസുഖം വർദ്ധിക്കും. ബന്ധു ഗുണമുണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ബന്ധം പുതുക്കി ഒന്നിക്കുന്ന ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠന നിലവാരമുണ്ടാകും. ബിസിനസ്സിൽ ഉള്ള ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം നേട്ടങ്ങളാണ്. പൊതുവെ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം വിശ്രമം കുറഞ്ഞ വാരം കൂടിയാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം തിരിച്ചടികൾ ഉണ്ടാകും. ബിസിനസ്സിൽ ഈ ആഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വന്നു ചേരില്ല. അതുപോലെ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും ഉദ്ദേശിച്ച നേട്ടങ്ങൾ ലഭിക്കുവാൻ വളരെയധികം സാധ്യത കുറവുള്ള വാരമാണ്. ബന്ധുജനങ്ങൾ മുഖേന വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ, ഉദര സംബന്ധമായ വൈഷമ്യങ്ങൾ, അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളുടെ വാരമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെയധികം പുരോഗതി ഈ ആഴ്ച ഉണ്ടാകും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സാമ്പത്തികമായ സ്ഥിതി ഈ ആഴ്ച വളരെയധികം മെച്ചപ്പെടുന്ന വാരമാണ്. പ്രവർത്തന രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ കഴിയും. അതുപോലെ ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലത്താൽ മനസ്സ് വിഷമിക്കേണ്ടി വരുന്ന വാരമാണ്. നിങ്ങളുടെ സ്വന്തം പ്രയത്നത്താൽ തന്നെ തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്.
വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം സിദ്ധിക്കും. ബന്ധുഗുണമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. സ്വഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ട സ്ഥിതിയും ഈ ആഴ്ച വന്നു ചേരുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വളരെയധികം വിജയം നേടുവാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുവാനും സാധിക്കുന്ന വാരമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ജോലിയിൽ താൽപ്പര്യം വർദ്ധിക്കും. എതിരാളികൾക്ക് മേൽ വലിയ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളെയും മറികടക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹമോചന കേസുകൾ നടത്തുന്ന ആളുകൾക്ക് ഒത്തുതീർപ്പിനുള്ള അവസരം ഉണ്ടാകും. ബന്ധുഗുണം അനുഭവിക്കുവാനും യോഗമുള്ള വാരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. താൽക്കാലിക ജോലിയിൽ സ്ഥിരപ്പെടുവാൻ സാധിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തേണ്ടതാണ്. അതുപോലെ പ്രണയബന്ധങ്ങൾ നിങ്ങളുടെ അംഗീകരിക്കപ്പെടും. രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന വാരം കൂടിയാണ്. ഭക്ഷണസുഖം, മാനസികമായ അസ്വസ്ഥതകൾ ശമിക്കുക, ഇവയെല്ലാം ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ ഉദരവ്യാധികളിൽ നിന്നും ഈ ആഴ്ച മോചനമുണ്ടാകും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ചികിത്സകളിൽ കഴിയുന്ന ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം ആശ്വാസം പ്രതീക്ഷിക്കാം. സ്വന്തം കുടുംബത്തിൽ നിന്നും അപ്രതീക്ഷിതമായി അകന്നു കഴിയേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്ന വാരമാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാം. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറയ്ക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്തുക, തൊഴിലന്വേഷണങ്ങളിൽ വിജയം, താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുവാനും ഭാഗ്യമുള്ള വാരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ബുദ്ധിപരമായി എടുക്കുന്ന എല്ലാവിധ തീരുമാനങ്ങളും ഈ ആഴ്ച വിജയിക്കും. ശത്രുക്കളുടെ മേൽ ഉന്നത വിജയമുണ്ടാകും. മനസ്സിന് സുഖം നൽകുന്ന നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ സാധിക്കുന്നതാണ്. അലസതയെല്ലാം വെടിഞ്ഞ് മുന്നേറുവാൻ കഴിയും. തർക്കങ്ങളിൽപ്പെട്ട് സമയം കളയാതെ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. വീട് വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം ഈ ആഴ്ച ഫലവത്താകുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടാകും. പിരിഞ്ഞു കിട്ടാനുണ്ടായിരുന്ന കടം ലഭിക്കുന്നതാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പുതിയ ഉപകരണങ്ങൾ വന്നു ചേരും. ബന്ധുക്കൾ നിമിത്തം വലിയ നേട്ടങ്ങൾ. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി വർധന. ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൽ വലിയ നേട്ടം. ജീവിത സുഖവർദ്ധനവ്, തൊഴിൽപരമായ സ്ഥാനക്കയറ്റം, ആരോഗ്യ പുഷ്ടിപ്പ് എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ ഫലിക്കുന്ന വാരമാണ്. തൊഴിലിൽ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും. അതുപോലെ സന്താന ഗുണം, ബിസിനസ്സിൽ വിജയം, മേലധികാരിയുടെ പ്രീതി എന്നിവ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് രോഗശമനം, ധനപരമായ എല്ലാവിധ വിഷമതകളും ഈ ആഴ്ച മാറിക്കിട്ടുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവ ഈ ആഴ്ച ഉണ്ടാകും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ കാലതാമസം പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്നതാണ്. സുഹൃത്ത് സമാഗമം ഉണ്ടാകും. കാലാവസ്ഥ ജന്യ രോഗങ്ങൾ പിടിപെടുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. മനസുഖം, ബിസിനസ്സിൽ ധനലാഭം എന്നിവയുണ്ടാകും. ഗൃഹം മൂടി പിടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് ചെറിയ അറ്റകുറ്റപ്പണികൾ വന്നു ചേരും. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. സഹോദരങ്ങൾ വഴി വളരെയധികം ഗുണങ്ങളും
സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങളും ഉണ്ടാകും. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിറവേറുന്ന വാരമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് വിവാഹ കാര്യത്തിൽ നല്ല ഒരു തീരുമാനം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതയുണ്ട്. പൊതുവെ സാമ്പത്തികമായി ചെറിയ വിഷമതകൾ നേരിടേണ്ടി വരും. ബന്ധുജന സഹായം അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പൊതുപ്രവർത്തന രംഗത്ത് വളരെയധികം നേട്ടങ്ങളും പ്രശസ്തിയും ഉണ്ടാകും. വിദേശത്ത് നിന്നും തിരികെ നാട്ടിലെത്തുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജോലിയുടെ ഭാഗമായി വളരെയധികം യാത്രകൾ ഈ ആഴ്ച ഉണ്ടാകും. അവസരത്തിനൊത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ ദുരന്തങ്ങൾ ഒഴിവാകുന്ന വാരമാണ്. വിവാഹാലോചനകൾ നീണ്ടുപോയേക്കും. അതുപോലെ ബന്ധുജന സഹായം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. കടം നൽകിയ പണം തിരികെ ലഭിക്കും. ബന്ധു സമാഗമം ഉണ്ടാകും. അതുപോലെ സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ, വ്യവഹാര വിജയം, മേലധികാരിയുടെ പ്രീതി, സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങൾ എന്നിവ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങളിൽ തിരിച്ചടികളും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരം, വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനമുണ്ടാകും. കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്ന വാരമാണ്. കുടുംബത്തിൽ സുഖക്കുറവുണ്ടാകും. ദാമ്പത്യപരമായി ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. ധൃതി പിടിച്ചുള്ള യാതൊരു തീരുമാനവും ഈ ആഴ്ച എടുക്കാതിരിക്കുന്നതാണ് വളരെയധികം ഉത്തമം. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള പ്രവേശനം ലഭിക്കും. നിങ്ങളുടെ പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ചെറിയ വരുമാനം പ്രതീക്ഷിക്കാം. രോഗശമനം, വിവാഹാലോചനകളിൽ ഉചിതമായ തീരുമാനം എന്നിവ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നേത്രരോഗത്തിന് ഈ ആഴ്ച ചികിത്സ തേടേണ്ടി വരുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. നിങ്ങളുടെ പിതാവിനോ പിതൃതുല്യരായവർക്കോ രോഗദുരിതങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുള്ള വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.